അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ നാട്ടിൽ നിന്നും കന്യാകുമാരിയിലേക്ക് പോയി അവിടെ നിന്ന് ഏകദേശം 13 രാജ്യങ്ങൾ താണ്ടി 20,000 കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഈജിപ്ത് വരെ, അതായത് മക്കയും മദീനയും ഒക്കെ സന്ദർശിച്ച് പോകുന്ന വഴിക്കുള്ള മക്കാമുകളൊക്കെ സന്ദർശിച്ച് അവിടെയൊക്കെ സിയാറത്ത് ചെയ്ത് അവസാനം ഈജിപ്തിലെ അൽ അസർ യൂണിവേഴ്സിറ്റി വരെ ഒരു സൈക്കിൾ യാത്ര ഞാൻ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞ സമയം മുതൽ ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, എന്നാണ് ഈ യാത്ര പുറപ്പെടുന്നത് എന്ന്. ഒഫീഷ്യലായിട്ട് ഞാൻ ഡേറ്റ് കറക്റ്റായിട്ട് ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളുപ്പാപ്പനോട് ഞാൻ പോകുന്ന ഡേറ്റ് അവതരിപ്പിച്ച് തങ്ങളുപ്പാപ്പ എനിക്കതിനുള്ള ആ ഡേറ്റിന് പോകാനുള്ള സമ്മതമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഉസ്താദ്മാരും എനിക്ക് സമ്മതം തന്നിട്ടുണ്ടായിരുന്നു. അതല്ലാതെ മറ്റൊരാളോട് ഞാൻ ആരോടും ഡേറ്റ് പറഞ്ഞിട്ടില്ലായിരുന്നു. അതിനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ പറയേണ്ട, പിന്നെ യൂട്യൂബിലൊക്കെ 500 സബ്സ്ക്രൈബേഴ്സ് ആയതിനു ശേഷം ഏകദേശം ആളുകളൊക്കെ ഒന്ന് അറിയട്ടെ എന്നുള്ള ആ ഒരു മനസ്സിലുള്ളൊരു ആഗ്രഹം കൊണ്ട് മാത്രം പറഞ്ഞില്ല. എന്നിട്ടും 500 സബ്സ്ക്രൈബേഴ്സ് ആയ സമയത്ത് എനിക്ക് പറയാൻ പറ്റാത്ത ചെറിയ സാങ്കേതികമായിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ട് പറയാൻ പറ്റിയില്ല. എന്തായാലും ഇൻഷാ അല്ലാഹ് ഇപ്പോൾ പറയുകയാണ്, എൻ്റെ യാത്രയ്ക്ക് വേണ്ടി എന്നെ പിന്തുണക്കുന്ന, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, ഈ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും കേൾക്കാൻ വേണ്ടി പറയുകയാണ്. ഇൻഷാ അല്ലാഹ് ജൂലൈ 20-ാം തീയതി, അതായത് ഏകദേശം ഒരു 12 ദിവസം കൂടി അത് കഴിഞ്ഞാൽ ഞാൻ ഇൻഷാ അല്ലാഹ് അള്ളാൻ്റെ തൗഫീഖോട് കൂടി ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങും. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഡയറക്റ്റ് കന്യാകുമാരിയിലേക്കാണ് പോകുന്നത്. കന്യാകുമാരിയിൽ നിന്നാണ് പിന്നെ യാത്ര തുടങ്ങുന്നത്. ഏകദേശം കന്യാകുമാരിയിൽ നിന്ന് യാത്ര തുടങ്ങുന്നത് 24-ാം തീയതി ആയിട്ടായിരിക്കും യാത്ര തുടങ്ങുക. അപ്പോൾ ഒഫീഷ്യലായിട്ടുള്ള ഡേറ്റ് ഞാൻ ഇത്രയും ലേറ്റാക്കി പറയാനുള്ള കാരണം ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ആർക്കും എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്, എല്ലാവരും പൊരുത്തപ്പെടണം. ഇത്രയും ലേഗാക്കിയതിന്, ഡേറ്റ് പറയാൻ ഇത്രയും ലേഗാക്കിയതിന് എല്ലാവരും പൊരുത്തപ്പെടണം. കാരണം എൻ്റെ യാത്രയെ ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, അവരോടും കൂടിയാണ് പറയുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ടുള്ള പിന്തുണയും സപ്പോർട്ടും എനിക്ക് എപ്പോഴും വേണം. കാരണം നിങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എനിക്ക് യാത്ര പൂർത്തിയാക്കാൻ പറ്റുക. പിന്നെ അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീക്ക്, ഈ 2 കാര്യങ്ങളും മുൻനിർത്തി ആത്മവിശ്വാസത്തോടു കൂടി ഇറങ്ങി തിരിച്ച യാത്രയാണ് എൻ്റെ യാത്ര. അതല്ലാതെ കയ്യിൽ ഈ യാത്രയ്ക്ക് വേണ്ടിയുള്ള പണമോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അള്ളാൻ്റെ തൗഫീഖോട് കൂടി ഈ യാത്രയ്ക്ക് വേണ്ടിയുള്ള സൈക്കിൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സ്പോൺസർ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും കുറേ കാര്യങ്ങൾ സ്പോൺസർ ചെയ്ത് കിട്ടാനുണ്ട്. എന്തായാലും ഈ യാത്ര നമ്മൾ വിജയിപ്പിക്കും. ഇത്രയും കഷ്ടപ്പെട്ട് കയ്യിൽ ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള സമ്പാദ്യമൊന്നും ഇല്ലാണ്ട് എന്തിനാണ് ഈ യാത്ര ചെയ്യുന്നത് എന്ന് ചോദിച്ച കുറച്ച് പേരുണ്ട്. അവരോടൊന്നും എനിക്കൊരു ദേഷ്യമൊന്നുമില്ല. കാരണം അവർ ശരിക്കും ചോദിക്കേണ്ട കാര്യം മാത്രമാണ് അവർ ചോദിച്ചത്. അത് സ്വാഭാവികമായിട്ട് ഏതൊരാൾക്കും ചിന്തിക്കാനും ചോദിക്കാനും തോന്നുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത്, ഒരിക്കലും നിങ്ങളെ എതിർത്ത് പറയല്ല, ഞാൻ എൻ്റെ ആഗ്രഹം പറയാണ്. എൻ്റെ ആഗ്രഹമാണ് ഈജിപ്ത് വരെ സൈക്കിളിൽ പോകണമെന്നുള്ളതും മക്കയിലേക്കും മദീനയിലേക്കും ഒക്കെ പോകണമെന്നുള്ളത്. അതുപോലെ തന്നെ പോകുന്ന വഴിക്കുള്ള മക്കാമുകൾ സന്ദർശിക്കുക, സിയാറത്ത് ചെയ്യുക, പുതിയ പുതിയ മനുഷ്യരെ കാണുക, അവിടുത്തെ സംസ്കാരങ്ങൾ, രീതികൾ, ഭക്ഷണങ്ങൾ, ഇങ്ങനെ ഒരുപാട് അറിവുകൾ ഈ ഒരു സൈക്കിൾ യാത്രയിൽ എനിക്ക് ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനെ ഇറങ്ങി തിരിച്ചത്. മാത്രമല്ല അതിൻ്റെ ഒരു വലിയൊരു ആഗ്രഹം കൂടിയാണ്. അപ്പോൾ ഇത് പൂർത്തിയാകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ദുആ ചെയ്യുക. ഇതൊരിക്കലും മുടങ്ങി പോകരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. സാമ്പത്തികമായിട്ട് എൻ്റെ വീടിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടിൽ തന്നെയാണ്. പക്ഷേ അതൊന്നും നമ്മളെ യാത്രയ്ക്ക് ഒരിക്കലും ബാധിക്കൂല. കാരണം ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എത്ര വലിയ യാത്രയാണെങ്കിലും ചെയ്തു തീർക്കാൻ കഴിയും എന്നുള്ളത് ഈ ലോകത്തിന് മുമ്പിൽ ഞാൻ തെളിയിച്ച് കാണിക്കും. ഇൻഷാ അല്ലാഹ് സ്പോൺസർ ചെയ്ത് കിട്ടിയ സൈക്കിളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ സ്പോൺസർ ചെയ്ത് കിട്ടാണ്ട്, ഏതായാലും നിങ്ങൾ ദുആ ചെയ്യുക. നിങ്ങളുടെ ദുആയാണ് എൻ്റെ വിജയം, നിങ്ങളുടെ പിന്തുണയാണ് എൻ്റെ വിജയം. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ യാത്രയുടെ റൂട്ട് മാപ്പും എങ്ങനെയാണ് പോകുന്നത്, എത്ര സ്ഥലങ്ങൾ വരുന്നുണ്ട്, എത്ര രാജ്യങ്ങൾ വരുന്നുണ്ട് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ ഇതിലിടുന്നതായിരിക്കും. നിങ്ങളുടെയൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തണം. എൻ്റെ ദുആയിൽ നിങ്ങളും ഉണ്ടാവും. നിങ്ങളുടെ ആഗ്രഹങ്ങളും എൻ്റെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തിയാകാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ പ്രാർത്ഥിക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.